തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കവർച്ച വീണ്ടും. മോഷണ ശ്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മണലാടി മഹാവിഷ്ണു ക്ഷേത്രം, സെന്റ് ജോസഫ് പള്ളിയിലും വ്യാപാര സ്ഥാപനത്തിലുമാണ് കവർച്ച നടന്നിരിക്കുന്നത്. മണലാടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭണ്ഡാരവും ക്ഷേത്ര ഓഫീസിലും തിടപ്പള്ളിയിലും സൂക്ഷിച്ചിരുന്ന പണവും സാധന സാമഗ്രികളും അടക്കം നഷ്ടപ്പെട്ടു. മണലാടി സെന്റ് ജോസഫ് പള്ളിയിലെ നേർച്ചപ്പെട്ടിയും തകർത്തിട്ടുണ്ട്. കൂടാതെ വ്യാപാര സ്ഥാപനവും കുത്തിപ്പൊളിച്ചാണ് പണം അപഹരിച്ചിരിക്കുന്നത്. വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 2:30-ഓടെയാണ് മോഷണം നടന്നിരിക്കുന്നത്. ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെ മേൽശാന്തി എത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത്. തുടർന്ന് ചെറുതുരുത്തി പോലീസ് AR നിഖിലിന്റെ നേതൃത്വത്തിൽ സംഭവ സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. ചുരുങ്ങിയ കാലയളവിൽ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കവർച്ച സജീവമായതോടെ മേഖലയിലെ പ്രദേശവാസികളും ആശങ്കയിലാണ്. ഇന്ന് രാവിലെ ക്ഷേത്ര മേൽശാന്തി നടത്താൻ വേണ്ടി വന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ പൂട്ടുകൾ പൊട്ടിച്ച് ഉള്ളിൽ കടന്ന് കള്ളം കയറിയിട്ട് ഭണ്ഡാരം മോഷ്ടിച്ച നിലയിലുണ്ട്. തുടർന്ന് വഴിപാട് കൗണ്ടറും ബ്രേക്ക് ചെയ്ത് കണ്ടു. നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പൈസയുടെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭണ്ഡാരത്തിലത്തെ കൗണ്ടറിൽ ഉപയോഗിക്കാൻ വെച്ചിട്ടുള്ള ചില പൈസകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് സമീപത്തുള്ള പള്ളി സെൻറ്റ് ജോസഫ് ചർച്ചിലും സമാനമായിട്ടുള്ള മോഷണത്തിൻ്റെ അവിടുത്തെ CCTVയിൽ വളരെ വ്യക്തമായിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ട്. പരിചയമുള്ള ഒരു മുഖം തോന്നിയിട്ടില്ല. ആർക്കെങ്കിലും പരിചയമാകുന്നു. തൊട്ടപ്പുറത്തെ വളപ്പിൽ കാറിൻ്റെ വളപ്പിൽ ഒരു സൈക്കിൾ മോഷ്ടിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു ഓറഞ്ച് നിറത്തിലുള്ളൊരു സൈക്കിൾ, അതും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ കാലത്ത് ക്ലെയിം ചെയ്യാം. ചെറുതുരുത്തി പോലീസായിട്ട് ബന്ധപ്പെട്ടാൽ മതി. പിന്നെ അടുത്തൊരു തട്ടുകടയുണ്ട്. ആ തട്ടുകടയിലത്തെ CCTVയുടെ ക്യാമറ അദ്ദേഹം തിരിച്ചു പിടിച്ച് അതിലത്തെ ചിപ്പൊക്കെ ഊരി കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ക്ഷേത്രത്തിൽ. ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അനവധി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CCV ന്യൂസ്, ചേലക്കര.